ഫ്രം ബിറ്റ്കോയിൻ കേരളയിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ചെറിയ കോയിൻ വാങ്ങാനാണ്. ഇന്നലെ നമ്മൾ $177 ആയിരുന്ന സമയത്താണ് വാങ്ങിയത്. ഇതിൽ വലിയ മാറ്റമില്ല, പക്ഷേ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അത് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 207 ടോട്ടൽ വാല്യുവേഷൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈം കൊണ്ടോ ഇത് 1 മില്യൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇതിലെന്നൊരു സക്സസ് ആവും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മെറ്റാമാസ്കിൽ കുറച്ച് USDT കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊന്ന് വാങ്ങാം. ഇപ്പോൾ പാൻകേക്ക് സ്വാപ്പിൽ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങൾക്ക് മെറ്റാമാസ്കിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലോ പോയിട്ട് നിങ്ങൾക്കിത് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് സ്വാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ മെറ്റാമാസ്കിൻ്റെ പകരം പാൻകേക്ക് സ്വാപ്പ് തന്നെ ഉപയോഗിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതെങ്ങനെ എടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ USDT തിരഞ്ഞെടുത്തു, അടിയിൽ ലിറിയ കോയിൻ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ടോക്കൺ ആണെങ്കിൽ ടോക്കണിൻ്റെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ $10 നമ്മൾ ഇന്നലെ വാങ്ങിയ പോലെ തന്നെ $2 കുറച്ച് കോയിൻ വാങ്ങാം. എന്തോരം വാല്യുവേഷനിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വേണ്ട, നമുക്കൊരു $4 ആക്കാം. മാക്സിമം നമുക്ക് എത്ര മാറ്റം വരുത്താൻ പറ്റും നമുക്ക് നോക്കാം. ഏകദേശം 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി. അതായത് 1000 കോടി കോയിനാണ്, 1600 കോടി കോയിനാണ് നമ്മൾ ഇപ്രാവശ്യം വാങ്ങുന്നത്. ഇന്നലെയും ഏകദേശം അത്ര തന്നെ വാങ്ങിയണമെന്നാണ് എൻ്റെ ഓർമ്മ റെഡിയാണെങ്കിൽ. പക്ഷേ ഇന്നലെ നമ്മൾ 2 ചില ഏകദേശം $3 വാങ്ങിയത്. ഇന്ന് ഇതിപ്പോൾ നമുക്ക് $4 എത്ര വേണം, അത് ചെറിയൊരു പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. അതാണ് ചിലപ്പോൾ ഇത് ഗോ ത്രൂ ആവാൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊടുത്തു, ടോളറൻസ് ഓട്ടോയിലാണ് ഇട്ടാണ്. ഓക്കെ, സ്വാപ്പ് കൊടുത്തു. 5% മേലെ പോണ കാരണം സാധാരണ ചില സമയങ്ങളിൽ പാൻകേക്ക് സ്വാപ്പ് നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് തരാറില്ല. ഇന്നലെ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ എടുത്ത സമയത്ത് നെറ്റ്വർക്ക് ഫീസ് ഭയങ്കര ഹൈക്ക് വന്നിട്ടാണ്. അപ്പോൾ ഇതിലും വലിയൊരു ഹൈക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ഫീസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. നമ്മൾ അതിൽ ലിമിറ്റ് ചെയ്യാണ്. ഏകദേശം നമ്മൾ വലിയ ഹൈ റിസ്ക് ഒന്നും കാണിക്കാത്ത രീതിയിലേക്ക് മാറ്റി. ഇപ്പോഴത്തെ ഹൈ റിസ്ക് എന്നുള്ളത് കോയിൻ്റെ ട്രസ്റ്റ് വർത്തിക്ക് മാത്രമേ ചോദിക്കണം, അല്ലാണ്ട് പ്രൈസ് ഹൈക്കില്ല. ഇപ്പോൾ നമ്മളിവിടെ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറി, പ്രൈസ് ഇമ്പാക്റ്റ് ടു ഹൈ എന്ന് കാണിക്കും. നമ്മൾ ജസ്റ്റ് 1.5 ആക്കി കഴിഞ്ഞാലും കുഴപ്പമില്ല, 9 ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, 2 ആക്കിയാൽ 2 ആക്കുമ്പോൾ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1.9 ആക്കുമ്പോൾ 1.9 ആക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് $1.9 ഒന്ന് വാങ്ങി നോക്കാം. ജസ്റ്റ് കൺഫേം കൊടുത്തു. ഞാൻ പാൻകേക്ക് സ്വാപ്പ് അധികം ഉപയോഗിച്ചിട്ടില്ല, ചില കോയിനുകൾക്ക് വേണ്ടി മാത്രമേ ഞാൻ പാൻകേക്ക് സ്വാപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാലും പക്ഷെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ചില കോയിനുകളൊക്കെ ട്രേഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് പോയി നോക്കട്ടെ എങ്ങനെയാണ് സ്ഥിതി നോക്കട്ടെ. ക്യാൻസൽഡ് ആവുകയാണെങ്കിൽ ക്യാൻസൽഡ് എനിക്ക് തോന്നി ക്യാൻസൽ ആവുന്നു. നമ്മൾ ജസ്റ്റ് $1 ചെയ്ത് നോക്കട്ടെ. $1 ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? കൊടുത്തോ നോക്കട്ടെ എന്താ സ്ഥിതി നോക്കട്ടെ. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ കുറച്ച് നേരത്തെ ഞാൻ ചെറിയൊരു എമൗണ്ട് വീഡിയോ എടുക്കണ മുമ്പ് ട്രൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഫീസൊന്നും ഇങ്ങനെ കാണിച്ചു പോലും ഇല്ല. വേണ്ട, എന്തോ ഉണ്ട് അങ്ങനെ. ഐ തിങ്ക് സംതിങ് വിത്ത് കോയിൻ്റെ പ്രൈസ് കാണുന്നതിലുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. 0.1 അത് നോക്കട്ടെ. ഇപ്പോൾ ഫീസ് എങ്ങനെ വരുന്നത് നോക്കാം. ജസ്റ്റ് വീഡിയോ എടുക്കണ മുമ്പ് ഒന്ന് ട്രയൽ ചെയ്തോളൂ. $0.01 ഫീസ് നമുക്ക് അത്ര തന്നെ വരണുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ട്രൈ വാട്ട് ഹാപ്പനിങ് ഈസ്
ഇത് ഗോ ത്രൂ ആവണില്ല, അത് തന്നെയാണ് നമുക്ക്. ഇനി ഇത് നോക്കാം. ഇത് ഞാൻ കുറച്ച് നേരത്തെ വാങ്ങിയതാണ് ഇങ്ങനെ. സ്വാപ്പ് കൊടുത്തോട്ടെ. ഇതിലത് ഫീസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, റിവ്യൂ അലർട്ട് വന്നു പറഞ്ഞതിൽ. വേണ്ട, ഇപ്പം ഞാൻ കൊടുത്ത ട്രാൻസാക്ഷനാണെന്ന് തോന്നുന്നുണ്ട് ഇത്. ഓക്കെ, നെറ്റ് ഫീക്ക് ഇത്ര. ഓക്കെ, സോ ഇതിലത്തെ ഫീസ് കണ്ടോ? പക്ഷേ കുറച്ച് നേരത്തെ ഈ ഇത് കണ്ട, ഇതിലിത്ര 1 ചില്ലറ. ഓക്കെ, ലെറ്റ് മീ ക്രോസ് ചെക്ക് ഇറ്റ് അഗൈൻ. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഒരു അലർട്ട് കൂടി വന്നെടുക്കുന്നുണ്ട്. കണ്ണുകളിൽ തളിരിട്ട പ്രണയം. ഇതും ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക് നിലവിൽ. എന്തായാലും അത് ട്രാൻസാക്ഷൻ മുന്നോട്ട് പോയില്ല, അത് തന്നെ നമുക്ക് എന്തായാലും ഇത് നേരിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. തിളങ്ങി. ഓക്കെ, എല്ലാം കളഞ്ഞു. ജസ്റ്റ് ഇത് ഞാൻ ജസ്റ്റ് 2 ആക്കി നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുന്ന കാരണം ഒരു ഓട്ടോ ആയിട്ടുള്ള സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. ഏത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിടാൻ. ഞാൻ $5 വാങ്ങാമെന്ന് വെച്ചിട്ടാണ് വെച്ചത്. എന്തായാലും കുഴപ്പമില്ല, നോക്കാം നമുക്ക്. ഞാൻ എന്തായാലും നാളെ 2-3 വട്ടം ഇതുപോലെ വാങ്ങി നോക്കാം. അപ്പോൾ പ്രശ്നം കാണിക്കില്ലല്ലോ. ഇത് അഗെയിൻ ഡിസ്ട്രിബ്യൂട്ട്. അതായത് 2-ലും നടക്കില്ല, 1-ൽ തന്നെ നമുക്ക് ഒന്നുകൂടി പിടയ്ക്കാം. ഓക്കെ, ഇതിൽ ഒരു പ്രശ്നമില്ലാണ്ട് കാണിച്ചു കേട്ടോ. ഓക്കെ, ഐ തിങ്ക് ഇത് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഭയങ്കര ആവണതുകൊണ്ടായിരിക്കും. അലർട്ട് കൊടുത്തു, വാണിംഗ് ഒക്കെ ഞാൻ ഓക്കെ കൊടുത്തു. കാണിച്ചു. ഇതിൽ നോക്കട്ടെ. ഇതിൽ ഓക്കെ, ഞാൻ ഇത് 2 ഞാൻ തന്നെ വാങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ട് ഞാൻ വീഡിയോ എടുക്കണത് തൊട്ട് മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാനല്ലല്ലോ. ഇത് ഞാനാണ്. ഈ 5F ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെയാണ് വാങ്ങിയത്. ഇത് വേറെ ആരോ വാങ്ങിയതാന്ന് പറഞ്ഞിട്ട് പേജ് റീലോഡ് ചെയ്തോട്ടെ. somebody else has been buying. ഓക്കെ, അത് കുഴപ്പമില്ല. ചിലപ്പോൾ ഈ നോക്കട്ടെ, ഈ പ്രൈസ് റേഞ്ച് നോക്കിയോളൂ. ഞാൻ ഇന്നലെ വാങ്ങിയത് 51 മില്യൺ ലിറിയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു 0.01-ന്. ഇപ്പം ഞാൻ വാങ്ങുന്നത് തൊട്ട് മുമ്പ് ആരോ വാങ്ങിയിട്ടുണ്ട്. ഇത് 46 ലാസ്റ്റ് വരുന്നത്. അയാൾ വാങ്ങിയ പ്രൈസ് നോക്കും 48. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഞാൻ വാങ്ങി കഴിഞ്ഞ് അതേ സമയം തന്നെ മറ്റേ ആളും വാങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നാലെ ഈ പ്രൈസ് റേഞ്ച് വന്നതുണ്ടോ, 45 മില്യൺ ആയിട്ടുള്ളൂ സെയിം പ്രൈസിന്. അതായത് നമുക്കൊരു ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കുക, നിങ്ങൾ ഹണി പോട്ടൊന്നും ഇല്ലയെന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. റഗ് പൂൾ ഉണ്ടായില്ല, കാരണം ഓൾറെഡി ഒരു നമ്മുടെ ഒരു ലിക്വിഡിറ്റി ലോക്ക്ഡാണ്, ഒരു ചെറിയ എമൗണ്ട് എങ്കിലും. അതായത് അടപടലം മൂഞ്ചി പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ. എന്നാലും ഞാൻ എൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത് നോക്കുന്നതാണ്. നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാം. ഇതെങ്ങനെയെങ്കിലും 1 മില്യണോളം ക്യാപിറ്റൽ വാല്യൂവേഷൻ എത്തിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, സോ നിങ്ങളെല്ലാവരും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് കാണാം. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഫോർ എ ഫൺ ഇതിൽ ഞാൻ എന്തായാലും ഒരു $5 സ്വാപ്പ് ചെയ്ത് വാങ്ങാൻ പോവാം. നേരിട്ടിട്ട് സ്വാപ്പ് വാങ്ങാൻ പോകണം. കാരണം
ഇതിൽ പ്രൈസ് ഹൈക്കൊന്നും നമുക്ക് കാണാം പെട്ടെന്ന് ആയില്ല ഈ പ്രൈസ് റേഞ്ചിൽ. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്നൊരു $4 ലെറിയ വാങ്ങാം. അതെ വ്യത്യാസം അതൊക്കെ നമ്മൾ കണ്ടു. ഇൻസ്റ്റൻ്റായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലക്ച്വേഷൻ വന്നതാണ്ട. പ്രൈസ് ഇവിടെ നിങ്ങളത് കണ്ടു, ഇവിടെ അത് കണ്ടു. ഗ്രാഫ് അപ്പം തന്നെ വേണമെങ്കിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് മാറി നോക്കാം. 234, അതായത് $234 വാല്യുവേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 54 ഇവിടെ അത് മാറ്റം വന്നിട്ടില്ല. ഇവിടെ എന്താണ് മാറാത്തതെന്ന് എനിക്കറിയില്ല. പൂക്കാൽ ഞാൻ സാധാരണ പൂക്കാനാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, ഇതിൽ അപ്ഡേറ്റ് ആവണില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഇവിടെ ബൈയും സെല്ലും നടക്കുമ്പോൾ അപ്ഡേറ്റ് ആവേണ്ടതാണ്. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഇത് മാത്രമേ കാണിക്കണുള്ളൂ. അയക്കില്ല, ഇതെന്തൊരു കുന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇതിലെന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ല. ഞാൻ അതാണ് ഉപയോഗിക്കണമെന്നേ, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ലിക്വിഡിറ്റി കയറിയതായിട്ട് കാണിക്കുന്നുണ്ട്. ടോട്ടൽ വാല്യുവേഷൻ $234 ആയിട്ടുണ്ട്. നമുക്കതെങ്ങനെയെങ്കിലും 1 മില്യൺ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് മിക്കതും സ്നൈപ്പ് ബോട്ട് ആവാൻ സാധ്യതയുണ്ട്. ഈ അഡ്രസ്സ് ഒന്ന് നമുക്ക് ഈ ട്രാൻസാക്ഷൻ നോക്കാം. വെറുതെ ട്രാൻസാക്ഷൻ നോക്കിയാൽ നമുക്കറിയാലോ എങ്ങനെയാണ് അവർ ബൈ ചെയ്യണതെന്ന്. ഫ്രം അഡ്രസ് സ്നൈപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. സ്നൈപ്പ് ബോട്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. റാൻഡമായിട്ട് കോയിനുകൾ സ്നിഫ് ചെയ്ത് ഏതെങ്കിലും ട്രേഡ് നടക്കുമ്പോൾ എന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ സ്നൈപ്പ് ബോട്ടുകളുണ്ടാവും. അവരിങ്ങനെ മൾട്ടിപ്പിളായിട്ട് കോയിനുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും പല അഡ്രസ്സുകളിൽ നിന്നും. അവർക്ക് തന്നെ ചിലപ്പോൾ അറിയില്ല അതെന്ത് കുന്താന്ന് എന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ ടച്ച് കുറേ കാലമായിട്ട് വിട്ടാൽ കാരണം നമുക്കൊരു എത്തും പിടിയില്ല. ഓക്കെ, സോ നാളെ നമ്മൾ ഇതുപോലെ വാങ്ങും, മറ്റന്നാൾ വാങ്ങും. നമ്മളോട് പറ്റണ പോലെ നമ്മൾ വാങ്ങും. ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കട്ടെ. എന്തായാലും നമുക്ക് കാണാം, വരണ കഴിച്ച് കാണാം. എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ച് പോകണമെങ്കിൽ പോട്ടെ. നിങ്ങളെല്ലാവരും കൂടാണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ മുമ്പ് സ്ട്രോങ് ഹാൻഡ് ചെയ്ത സമയത്ത് നമുക്കതൊരു ഇൻ്റർനാഷണൽ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു ഗ്രൂപ്പ് ഓഫ് 10 to 15 പീപ്പിളാണ് നമ്മൾ ചെയ്തത്. നമുക്കതിൽ ഏകദേശം പെർ പേഴ്സൺ ഏകദേശം ഒരു 600 to 700% പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എമൗണ്ടിൻ്റെ 6-7 ഇരട്ടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അതിനെല്ലാം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഫസ്റ്റിലേ വാങ്ങി വെച്ചതായിരുന്നു. അതുപോലെ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ, നാളെ കാണാം.